അപ്പോൾ ഗൈസ് ഇന്നാണ് വിനീഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ. ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടാണ്. ഞാൻ അന്നത്തെ ദിവസം വിനീഷ് ചേട്ടൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ പോകാമെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ആ ഒരു ടൈമിൽ കറക്റ്റ് സെറ്റ് വിനീഷ് ചേട്ടനെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് നമ്മൾ ഓഫീസിൽ വെച്ചിട്ട് വിനീഷ് ചേട്ടൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നൈസായിട്ട് വിനീഷ് ചേട്ടൻ ഓഫീസിൽ നമ്മൾ ഇറക്കി, അതായത് വിനീഷ് ചേട്ടൻ ഫ്രണ്ട്സിനെ കൊണ്ട് വിളിപ്പിച്ചു, പുറത്തിറക്കിപ്പിച്ചു. ആ സമയത്ത് വിനീഷ് ചേട്ടൻ കാണാതെ ഞാൻ 2 പേരുണ്ട് വിനീഷ് ചേട്ടൻ്റെ ഓഫീസിലേക്ക് പോകാൻ. ഒരു വേലൂടെ വിനീഷ് ചേട്ടൻ ഇറങ്ങിയപ്പോൾ മറ്റേ വേലൂടെ ഞാൻ ഉള്ളിൽ കയറി. അങ്ങനെ നിസീബിക്ക് ഞാനും കൂടിയിട്ടാണ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതാട്ടോ നമ്മൾ വാണിയുടെ ഫ്രണ്ട് ഷത ചെയ്ത് തന്ന പോളോറൈഡ് പിക്ചേഴ്സ് ആട്ടോ. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വിനീഷ് ചേട്ടൻ ഫേവറേറ്റ് ആയിട്ടുള്ള പിക്സൊക്കെയാണ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ആ പോളോറൈഡ് പിക്ചേഴ്സ് സെറ്റാക്കി വെച്ചത്. അങ്ങനെ ഗിഫ്റ്റും കേക്കും എല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഞാനവിടെ ഒളിച്ചു നിന്നിട്ടോ ഗൈസ്, അത് നിങ്ങൾ കാണാം. നല്ല രസമായിരുന്നു ആ ഒരു മൊമെൻറ്റ് തന്നെ. എന്നിട്ട് സംഭവം വിനീഷ് ചേട്ടന് ഓൾറെഡി ചെറിയൊരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം എങ്ങനെയൊക്കെയോ പക്ഷേ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ആൾ, ഞാൻ വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് നിൽക്കാൻ പോവാന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ശരിക്കും നിൽക്കാൻ പോയി എന്നാൾ വിചാരിച്ചിട്ടുള്ളത്. ഗൈസ് ഇവിടം തൊട്ട് ഫ്ലോപ്പായി. ആൾക്ക് എൻ്റെ ഫോൺ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞാനിവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളത്. കാരണം ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, എൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആ ടൈമിൽ ഞങ്ങൾക്ക് ആ ഒരു മൈൻഡ് കിട്ടിയില്ല. ഗൈസ് ഇനി തൊട്ട് വലിയ രസമാട്ടോ. കാരണം ആൾ സെർച്ച് ചെയ്യാണ് ഞാൻ എവിടെ ഉള്ളത് എന്ന്. കാരണം വിനീഷ് ചേട്ടനെ അറിയാം ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നത്. കാരണം ഇടയ്ക്ക് വിനീഷ് ചേട്ടൻ വീട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഒളിച്ചിരിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് എൻ്റെ ഫോൺ കണ്ടപ്പോൾ മനസ്സിലായി ഞാനിവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളത്. ഏതാണ്ട് എന്നെ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ നല്ല രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇവരെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല. വിനീഷ് ചേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സും, ഞാൻ വിളിച്ച എല്ലാ ഫ്രണ്ട്സും എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇതിൽ ഏറ്റവും രസം എവിടെയെന്ന് വെച്ചാൽ, ടോപ്പ് വിറ്റ് എവിടെയെന്ന് വെച്ചാൽ, വിനീഷ് ചേട്ടൻ കേക്കൊക്കെ മേടിക്കാൻ വിനീഷ് ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെ പോന്നു. പക്ഷേ കേക്കൊക്കെ മേടിച്ചിട്ട് വിനീഷ് ചേട്ടൻ പുറത്തിറക്കാൻ കുറച്ച് പാട്. വൻ ഡ്രാമയായിരുന്നു. കാരണം എങ്ങനെയല്ല ആൾക്ക് എങ്ങനെ ഒരു ഹിൻഡ് കിട്ടിയതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് എന്തോ കേക്ക് കട്ടിങ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ബട്ട് എന്താ പറയുക, വരാൻ വേണ്ടിയിട്ട് പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങൾ പെടാപ്പാട് പെട്ടു. ഞാനൊരു ഹാഫ് ആൻ അവർ ഞാൻ വിനീഷ് ചേട്ടൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലിരുന്ന് വിനീഷ് ചേട്ടനൊന്ന് പുറത്തിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു സർപ്രൈസ് നടന്നത്. ബട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചതിലും എത്രയോ വളരെ മനോഹരമായ ഒരു സർപ്രൈസ് എനിക്ക് കൊടുക്കാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. വിനീഷ് ചേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഒത്തിരി താങ്ക്സ്. പറഞ്ഞാലും തീരില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ബർത്ത്ഡേ വരുമ്പോൾ മീൻസ് വേറെ ഓരോരുത്തരുടെ ബർത്ത്ഡേ സർപ്രൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനും വിനീഷേൻ്റെ ഫ്രണ്ട്സ് വന്ന് കാട്ടിക്കൂട്ടി ഓരോന്ന് എനിക്ക് ഓർമ്മ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിനീഷേൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറയാതെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ഞാൻ പറയാതെ ഇതിന് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയി. മീൻസ് വാണീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പറയാതെയൊക്കെ ഞാൻ പോയത്. കുറച്ച് ലോങ്ങാണ് അവിടെ. പിന്നെ എനിക്കറിയാത്ത സ്ഥലവും അങ്ങോട്ടൊക്കെ ഞാൻ പറയാതെയൊക്കെ പോയി. പിന്നെ എന്താ പറയുക, വിനീഷേൻ്റെ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ ആളൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ കൊടുക്കാൻ പറ്റിയ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വിനീഷ് ചേട്ടന് ഹാപ്പിയായി, ഫ്രണ്ട്സും ഹാപ്പിയായി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയി. പിന്നെ വിനീഷ് ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചങ്ക് വരാനുണ്ടായിരുന്നു നിഖിലേട്ടനായിരുന്നു നമ്മുടെ മെയിൻ പ്ലാനിങ്. എല്ലാ ഇതും സെറ്റാക്കാനുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് വെച്ച് നിഖിലേട്ടന് ഫാമിലി ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ നമ്മൾ നിഖിലേട്ടൻ നൈസായിട്ട് മാറ്റിച്ചിട്ട് ബാക്കിയെല്ലാം ഫൈനലായിട്ട് നിഖിലേട്ടൻ വന്നിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഷുഗർ ഇട്ടോ, ഷുഗർ ഇട്ടാത്ത ആളാ.
കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ്. നമ്മുടെ കൊണ്ടോട്ടി കേക്ക് സ്റ്റുഡിയോയിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ കേക്ക് മേടിച്ചിരുന്നത്. കേക്ക് അവർ മേടിക്കാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഒരു ആഗ്രഹമാണ്, അപ്പം ഞാൻ തന്നെ മേടിച്ചോളാം പറഞ്ഞ് ഞാൻ തന്നെ മേടിച്ചു. അവരും തന്നെ കേക്ക് മേടിക്കാൻ വിചാരിച്ചിരുന്നു, വിനീഷേൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും കൂടെ വേണ്ട, നമുക്ക് ഒന്നിലൊതുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്കും എൻ്റെ വകയായി. അങ്ങനെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഞാൻ ചോദിച്ചത്. ചേട്ടാ അതിന്റെ കൂടെ EMI ഉണ്ട്. അപ്പൊ താങ്ക് യു എല്ലാവർക്കും സപ്പോർട്ട്. എല്ലാവർക്കും ഇതൊരു തുടക്കമാട്ടല്ലേ? ഇതൊരു തുടക്കമാവട്ടെ. അനുപാട്ടില്ല, ഭയങ്കര ഇഷ്ടമായി. അനുപാട്ട് വിളിച്ചിട്ടുണ്ടെന്നാ ഗൈസ്, ഇതിൽ നമ്മൾ ഒരാളെ മിസ്സായി. കാരണം വിനീഷയുടെ വേറൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അനൂപേട്ടൻ. ആളങ്ങനെ ഇപ്പോൾ ഓഫീസിൽ അങ്ങനെ വരാറില്ല. പിന്നെ ആളുടെ അടുത്ത് ഞാൻ കമ്പനി ഉണ്ട്, ബട്ട് അങ്ങനെ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുള്ള പോലെ അത്ര ഉണ്ട് മിങ്കിളായിട്ടില്ല. പിന്നെ എൻ്റെ അവരുടെ നമ്പറും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് വിനീഷൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനൊക്കെ എന്നെ പരിചയപ്പെടുത്തി തരാറുണ്ട്. അവരും പരിചയമുണ്ട്, പക്ഷേ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് അവരെ മിസ്സായി. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കട്ടൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ച ഷർട്ടായിരുന്നു, ഷർട്ടും മേടിച്ചു. പിന്നെ നമ്മുടെ വക കുറച്ച് ചോക്ലേറ്റ് നല്ല ഡയറി മിൽക്ക് സിൽക്കറ്റ് മേടിച്ചിരുന്നു. പിന്നെ കുറച്ച് ഫ്ലവറൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റി അങ്ങോട്ട് കൊടുത്തു. ഷർട്ട് ആക്ച്വലി എനിക്കിഷ്ടമായിട്ടില്ലായിരുന്നു. പിന്നെ നീലായിട്ടും വാണിയും കൂടിയും പറഞ്ഞിട്ട് എടുത്തതായിരുന്നു. ഞാനൊരു ഓപ്ഷൻ ഇട്ടായിരുന്നു വിനീഷേറിൻ്റെ അടുത്ത്, ലൈക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കാമെന്ന്. ഷർട്ട് പിന്നെ വിനീഷേറിൻ്റെ ഫ്രണ്ട്സിൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് നമ്മളെടുത്തത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ലൈക്കായിട്ടില്ല, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഞാൻ മാറ്റാൻ വരുന്നു. അപ്പോൾ ഒരു ഓക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ എടുത്തതായിരുന്നു. ഓർഡർ ചെയ്ത സാധനമാണല്ലോ. ഗൈസ്, ഗിഫ്റ്റിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. അത് വിനീഷേട്ടൻ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്തു. ഞാനും വാണിയും കൂടിയായിരുന്നു എല്ലാം പാക്ക് ചെയ്ത് ഉണ്ടാക്കിയതൊക്കെ. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിരുന്നു. പൂക്കള് കൃഷ്ണവിടെ അപ്പോൾ ഗൈസ്, ഇതാണ് വിനീഷേട്ടൻ്റെ ബർത്ത്ഡേ സർപ്രൈസ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതേക്കും വരെ ഇറ്റ്സ് മീ.